ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷാമീസ് ഓൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്ന ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കിച്ചണിലുള്ള കുഞ്ഞു കുഞ്ഞു അറേഞ്ച്മെൻറ്റ്സും പ്ലസ് ഫ്രിഡ്ജ് ടൂറും കൂടിയാണ്. അപ്പോൾ വീഡിയോ കാണുക, കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഞാൻ എപ്പോഴും വീക്കെൻഡ് ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ അല്ലേ ഇടൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് കിച്ചണിലുള്ള. അപ്പോൾ വീക്കെൻഡ് ഞാൻ അധികം ഗ്രോസറി ഷോപ്പിംഗ് തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ഇതാ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നാൽ എല്ലാം ഇങ്ങനെ ഒരുക്കി വെക്കാനുണ്ടാവില്ലേ, അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഷെയർ ആക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ചെയ്യൽ, ഇങ്ങനെ മീന ചിക്കൻ എങ്ങാനും ഉണ്ടെങ്കിൽ ആദ്യം നേരെ എടുത്ത് ഫ്രീസറിലേക്ക് വെക്കും. ഇങ്ങനെ റാപ്പ് ചെയ്ത് വരുന്നില്ല എന്നെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇത് നമ്മളെ നാട്ടിൽ അയക്കൂറ എന്ന് പറയുന്നത്. കുറേ ആയി ഫിഷ് ബിരിയാണി ചെയ്യണമെന്ന് കമൻ്റ് ആക്കുന്നത്. എന്തായാലും അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നെക്സ്റ്റ് ഇത് തിലോപ്പിയ എന്ന് പറഞ്ഞ മീന, അതിൻ്റെ കറക്റ്റ് അങ്ങനെ തിലോപ്പിയ എന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നത്. അപ്പോൾ നമ്മളടുത്ത് വാങ്ങുന്ന സമയത്ത് നമുക്ക് എടുത്തിരുന്ന ആൾ പറഞ്ഞത് 2 ടൈപ്പ് തിലോപ്പിയ ഉണ്ട്. നമ്മൾ ബ്ലാക്കും വാങ്ങലുണ്ട് കേട്ടോ. അതിൻ്റെ പക്ഷേങ്കിൽ റെഡാണ് ബ്ലാക്കിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്നാണ് ആൾ പറഞ്ഞത്. ഇത് വളർത്തുന്ന മീനല്ലേ, അപ്പോൾ വേസ്റ്റ് തിന്നുന്ന കൂട്ടത്തിൽപ്പെട്ടയാണ്. അപ്പോൾ റെഡാണ് ബ്ലാക്കിനേക്കാളും കുറവ് വേസ്റ്റ് തിന്നുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് വാങ്ങിയതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്കിനേക്കാളും റെഡാന്ന് തോന്നുന്നു കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. പിന്നെ ഇതാ വേറെന്തോ ഒരു ടൈപ്പ് മീനുണ്ട്. അധികവും പേര് നമുക്ക് വലിയ പരിചയമില്ലാത്ത മീനാട്ടോ ഉണ്ടാവുക. നമുക്ക് അറിയുന്ന മീനെല്ലാം കുറച്ചേ ഉണ്ടാവും. അപ്പോൾ അറിയുന്നതാണ് അധികം വാങ്ങൽ. ഇതിൻ്റെ പേരൊന്നും മെയിനായിട്ട് അറിയില്ല. പിന്നെ ഇത് ലുലു എന്നാട്ടോ. ഞാൻ വീക്കെൻഡ് ഷോപ്പിംഗ് ഇപ്രാവശ്യം ലുലുവിലാണ് പോയിന്. പിന്നെ അപ്പോൾ ലുലുവിൽ പോയാൽ ഇങ്ങനെ മീനും എല്ലാം വാങ്ങിയിട്ട് തന്നെയാണ് വരൽ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോരോ ബോക്സിലാക്കി വെച്ചിട്ട് ഇതിപ്പോൾ ക്ലീൻ ആക്കിയിട്ട് തരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഞാൻ ബോക്സിലാക്കി വെക്കുകയെന്ന് ചെയ്യൽ. കട്ടാക്കൽ ഉണ്ടാക്കുന്ന സമയത്തേ കട്ടാക്കൂ. അപ്പോൾ എന്ത് ആവശ്യത്തിനാണ് എടുക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ മത്തി മാത്രം ക്ലീൻ ആക്കിയിട്ട് തരൂല കേട്ടോ. അപ്പോൾ നല്ല മത്തി കണ്ടുകൊണ്ട് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് 2ാമത്തെ പ്രാവശ്യം കേട്ടോ മത്തി വാങ്ങുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇക്കാക്ക് ഇഷ്ടമില്ല, എനിക്കേ ഇഷ്ടമുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തിൻ്റെ ടേസ്റ്റ്. പക്ഷെങ്കിൽ ഇക്കാക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എനിക്ക് വാങ്ങാനും വലിയ മൂഡുണ്ടാവില്ല. ഇപ്പോൾ എത്രയാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങി. ഇതിപ്പോൾ തന്നെ ഞാൻ ഒരു 5-6 എണ്ണം വാങ്ങിയതിന്. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് വാങ്ങാൻ ഒരു 2 എണ്ണം എല്ലാം മതിയേനു ശരിക്കും. ഒരു 2-3 എണ്ണം വാങ്ങാൻ പോയാലും പിന്നെ വിചാരിച്ച് ഇന്നു തിന്നുന്നതാണെങ്കിൽ ഓൾക്ക് കൊടുക്കാമല്ലോ. കുട്ടികൾക്കെല്ലാം മത്തി ഭയങ്കര നല്ലതാണെന്ന് കേട്ടിന്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ചധികം വാങ്ങി. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ആക്കിയിട്ട് വേണം ഫ്രീസറിലേക്ക് വെക്കാൻ. ഇനിയിപ്പോൾ ഇതെല്ലാം ഫ്രീസറിലേക്ക് വെക്കുന്നതിന് മുന്നേ ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു കൊടുക്കലുണ്ട് ഫ്രീസറിൽ. പക്ഷേങ്കിൽ ആ റോള് ഷീറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാലിയായിട്ടാട്ടോ ഉള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വേസ്റ്റ് കെട്ടാൻ വേണ്ടി യൂസ് ആക്കുന്ന പ്ലാസ്റ്റിക് ബാഗാണ് കേട്ടോ. അത് കട്ടാക്കിയിട്ട് ഒരു ഷീറ്റ് പോലെ ആക്കിയിട്ട് വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന വീഡിയോയിൽ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിന്. ഞാൻ വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഫ്രീസർ ഏകദേശം കാലിയാവും. അന്നേരം മുന്നേ വിരിച്ച് ഇങ്ങനത്തെ ഈ ഒരു ഷീറ്റ് ഉണ്ടാവില്ലേ, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് പുതിയത് വിരിച്ചാൽ പിന്നെ വലിയ ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള തന്നെ വാങ്ങൽ. ഇതിപ്പോൾ ഫിഷ് ആയിട്ടുള്ളൂ. മാർക്കറ്റിൽ നിന്നാണ് മീറ്റും കാര്യങ്ങളെല്ലാം വാങ്ങൽ. അപ്പോൾ അതുകൂടി വെച്ചാൽ ഫ്രീസർ ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള ഫില്ലാവും കേട്ടോ. ഇനി ബാക്കിയുള്ളത് കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം ഓരോരോ സ്ഥലത്തെടുത്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിൽ വെക്കണം, ബാക്കി കബോർഡിൽ വെക്കാനുള്ളത് ആടെ വെക്കണം. അങ്ങനെയെല്ലാം ഞാൻ എല്ലാം ഫാസ്റ്റായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കലാണ്. ഇതെല്ലാം പച്ചക്കറിയിലാണ് കേട്ടോ. പിന്നെ പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ഉള്ളിൻ്റെ കൂടെ വെക്കരുത് എന്നുള്ളത് എനിക്കറിയില്ലേനു കേട്ടോ. അതവിടെ വെക്കരുത് എന്നുള്ളത്. എന്നിട്ട് ഞാൻ ആദ്യം ഉള്ളിൻ്റെ ഒക്കേനും ഉരുളക്കിഴങ്ങ് തന്നെ വെക്കൽ. പിന്നെ നിങ്ങളെ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് കുറേ കമൻറ്റ്സ് കണ്ട് അങ്ങനെ വെക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് മേലെ വെച്ചിട്ടാണ്. എനിക്ക് ഇങ്ങനെ ഈ ടിപ്സ് ഉണ്ടാവില്ലേ ചെറിയ അതൊന്നും വലിയ ഐഡിയ ഇല്ല. കുക്കിംഗ് ഇഷ്ടമാണ്, കുക്കിംഗ് ചെയ്യുന്നല്ലാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയതായിട്ട് കെയർ ആക്കലില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ്റെ കൂടെ ലൈമ് യൂസ് ആക്കരുതെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വന്നിന്. അതും എനിക്കറിയില്ലേനു. അപ്പോൾ പിന്നെ ഞാനെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ചായൻ്റെ കടിയായിട്ടെല്ലാം വാങ്ങുന്ന കേട്ടോ. നമ്മൾ അധികം ക്രോയ്സൻസ് തന്നെയാണ് വാങ്ങൽ.
ക്രോയ്സൻ്റ് 7 ഡേയ്സിൻ്റെ അധികം വാങ്ങൽ, അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നൽ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിലുള്ള പോലത്തെ എന്തെങ്കിലും ചിപ്സ് എല്ലാം വാങ്ങും. ഇതിന് നമ്മൾ കപ്പക്കൊള്ളി എന്നാണ് പറയുക, പക്ഷേ ശരിക്കും ടാപ്പിയോക്ക പ്ലെയിൻ സ്റ്റിക്ക് ഫ്രൈസ് അങ്ങനെ എന്തോന്ന് പേര്. പിന്നെ വേറെ എന്നാ, പിന്നെ അധികം ഇങ്ങനെ ഈ പഫ്കി ലേസ്, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡോറിറ്റോസ് അങ്ങനത്തെ എല്ലാം വാങ്ങും കേട്ടോ. പിന്നെ ഇന്നൂന് ഓളെ എന്തെങ്കിലും പഫ്കിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ അതെല്ലാം ഞാനിതാ ഈ ഷെൽഫിലാണ് വെക്കൽ. ഇത് ആകുമ്പോൾ ഇന്നൂന് കൈ എത്തുന്ന ഒരു സ്ഥലത്താണ് വെക്കൽ. എന്നാൽ പിന്നെ ഓൾക്ക് ചായ എല്ലാം കുടിക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന പോലെ കപ്പ് കേക്ക് എല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം നോളെ മെയിൻ. അപ്പോൾ ഓൾക്ക് എത്തുന്ന പോലത്തെ ഒരു സ്ഥലത്താണ് ഞാൻ ഇതെല്ലാം വെക്കൽ. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒരാഴ്ചത്തേക്കുള്ളതാട്ടോ, ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കാലിയാവും. പിന്നെ വേറെ ഈ പുട്ടുപൊടി, അരിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം, പരിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ നമ്മൾ സ്വന്തം റോട്ടിപ്പൊടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് എല്ലാം കബോർഡിലേക്ക് വെക്കലാണ്. പിന്നെ എന്നോട് ചായ നല്ല രസമുണ്ടല്ലോ കാണാൻ, അതിൻ്റെ റെസിപ്പി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കണം എന്നല്ല എന്നോട് കമൻറ്റ് കാണലുണ്ട്. ചായ നല്ല കടുപ്പം ഉണ്ടാകലുണ്ട് കേട്ടോ. എൻ്റെ അതിതാ ഈ ചായപ്പൊടിയാണ് ഞാൻ യൂസ് ആക്കൽ, സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് നല്ല കടുപ്പുള്ള ഒരു ചായയാണ് കേട്ടോ. ഞാൻ ആദ്യം റെഡ് ലേബിളേനു യൂസ് ആക്കൽ, അതും നല്ല തന്നെയാണ്, നല്ല കളറും കടുപ്പും ടേസ്റ്റെല്ലാം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇതാട്ടാ യൂസ് ആക്കൽ. പിന്നെ ഒരു പിസ്സ കട്ടർ വാങ്ങീന്. പിന്നെ ഞാൻ സ്പാച്ചില എൻ്റെ ഏതോ വീഡിയോയിൽ കണ്ടിട്ട് വാങ്ങിയല്ലേ എന്നെല്ലാം കണ്ടിട്ടുണ്ട് കമൻറ്റ്. ഞാൻ സ്പാച്ചില വാങ്ങിയിട്ടാ, ഷെഫ് ലൈൻ്റെതാണ് വാങ്ങീന്. ഷെഫ് ലൈൻ്റെത് അത്യാവശ്യം നല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന തന്നെയാണ്. പിന്നെ വേറെ എന്നാ, ഇതെല്ലാം കബോർഡിൻ്റെ ഏറ്റവും മേലെയാണ് ഞാനിങ്ങനെ പുതിയ പാക്കറ്റെല്ലാം വെച്ചിന്. ഇത് ഞാൻ സ്റ്റൂൾ വെച്ചിട്ടാണ് കയറൽ, അതുകൊണ്ട് വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ സ്പാച്ചില വാങ്ങുമ്പോൾ ഇല്ലേ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കോ, അല്ലെങ്കിൽ ചൂടാവുമ്പോഴല്ലോ അത് വളഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല തന്നെ നോക്കി വാങ്ങി. എൻ്റെ ആദ്യം അങ്ങനെ നല്ല ചൂടുള്ളതിലിട്ടിട്ടാണ് വളഞ്ഞു പോയിന്. പിന്നെ ഇത് നാട്ടിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അമ്മായി നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ കുറച്ച് പെർഫ്യൂംസ് എല്ലാം വാങ്ങിയതാണ്. ഇനി മല്ലിയിലയും കറിവേപ്പിലയും കൂടിയിട്ട് ഇത് രണ്ടും എങ്ങനെയാണ് സ്റ്റോർ ആക്കലെന്ന് കാണിക്കുക. ഇത് ഞാൻ മല്ലിയില വെറുതെ ഇങ്ങനെ ഒരു എയർ ടൈറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെക്കലാണ്. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് ഒരാഴ്ചത്തേക്ക് തന്നെ എനിക്കിങ്ങനെ ഒന്നും വാടിപ്പോവാണ്ട് ഇങ്ങനെ ഇല നിൽക്കലുണ്ട്. അഥവാ കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ കണ്ടെയ്നറിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ലെയറായിട്ട് ടിഷ്യൂ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കിച്ചൺ ടിഷ്യൂ അല്ലെങ്കിൽ കിച്ചൺ ടവല എന്തെങ്കിലും അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കറിവേപ്പില ഞാൻ കഴുകിയിട്ടാണ് വെക്കൽ. ഇങ്ങനെ ഒരു നെറ്റിൻ്റെ പാത്രത്തിലിട്ട് കഴുകിയിട്ട് എയർ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കും. വെയിലത്ത് വെക്കാറ്, അന്നേരം വാടിപ്പോവും. പിന്നെ ഇത് തണ്ടുമെന്ന് ഇല കളയാണ്ട് വേണം കേട്ടോ ഇങ്ങനെ കഴുകാൻ, എന്നാൽ വേഗം ഡ്രൈ ആയിക്കോളും. ഇങ്ങനെ ഓരോരോ ഇല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ. എന്നിട്ട് ഇത് നല്ലോണം ഡ്രൈ ആയാൽ ഇതുപോലെ തന്നെ കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നാലും നമ്മൾ ഓരോരോ പ്രാവശ്യം എടുക്കുമ്പോൾ കഴുകേണ്ട ആവശ്യം വരില്ല. കഴുകേണ്ട ആവശ്യം വരില്ലല്ലോ, അപ്പോൾ സംഭവം ഈസി ആവും. പിന്നെ മല്ലിയില കഴുകാൻ നിൽക്കരുത്, അന്നേരം അത് ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചാൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് വാടിപ്പോവും. അങ്ങനെ പിന്നെ ഇതാ ഓയിലും സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയെല്ലാം അതിൻ്റെ ബോട്ടിലിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര, ചായപ്പൊടി അങ്ങനത്തെ ഇടുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഇങ്ങനെ കാലിയാവുന്ന സമയത്ത് ക്ലീൻ ആക്കണമെങ്കിൽ കഴുകിയിട്ട് വെക്കും, അങ്ങനെയെല്ലാം തന്നെ. ഇനിയിപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് ടൂറ് കാണിക്കാം. ഞാനിങ്ങനെ ഫ്രിഡ്ജ് ടൂർ വീഡിയോ എടുക്കണം എന്നെല്ലാം വിചാരിച്ച് നിൽക്കുമ്പോണ്ട് അമ്മായി വന്നിട്ട് അമ്മായിൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട്, ഇപ്പം നാട്ടിലേക്ക് പോക്കല്ലേ, അപ്പം ക്ലീൻ ആക്കിയിട്ട് കാലിയാക്കിയിട്ട് അതിൽ ഫ്രിഡ്ജിൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ കൊണ്ടു തന്നിന്. നമ്മൾ നാട്ടിലേക്കെല്ലാം പോകുമ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ആക്കി ഒഴിവാക്കി വെക്കുമല്ലോ, കാലിയാക്കി വെക്കുമല്ലോ, അങ്ങനെ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ കൊണ്ടു തന്നെയാണ്. അപ്പോൾ ഇതും കൂടി എൻ്റെ ഫ്രിഡ്ജിലേക്ക് കയറ്റണം, എന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ. ഇങ്ങനെ എന്തെല്ലോ കുറേ ഐറ്റംസ്, കണ്ടൻസ്ഡ് മിൽക്ക്, ബട്ടർ കാര്യങ്ങൾ അങ്ങനത്തതെല്ലാം കൊണ്ടു തന്നിന്. പിന്നെ എന്നോട് ഫ്രിഡ്ജ് ടൂർ ചെയ്യാൻ വേണ്ടി കമൻറ്റ് കണ്ടുതരും. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടേനു ഒരു വീഡിയോ, ഫ്രിഡ്ജ് ടൂറല്ല, അത് ക്ലീനിങ് എങ്ങനെയാണെന്ന് തോന്നിട്ടാ. വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ ഉള്ള ക്ലീനിങ് എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചിന്. അപ്പോൾ ഞാനത് പോയി നോക്കി. അപ്പോൾ അത് ഒരു
നോർമലി ഫ്രിഡ്ജ് ടൂറായിട്ടെല്ലാം തോന്നുന്നു ഞാൻ ചെയ്തതിന്. പിന്നെ ഇതില്ലേ ഇത് അമ്മായി കുനാഫ ആക്കാൻ വേണ്ടി വാങ്ങിയിട്ട് ഇതുവരെ ആക്കിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. ഇത് അമ്മായി റാപ്പ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കുനാഫയുടെ എപ്പോഴും നമ്മൾ റാപ്പാക്കിയിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. കുറച്ച് ഡ്രൈ ആയിന്, പക്ഷേ വലിയ കുഴപ്പമില്ലേനു. അപ്പോൾ അതെല്ലാം റാപ്പാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ എന്തെല്ലാം ഉള്ളതെന്ന് നോക്കാം. ഫ്രിഡ്ജിൻ്റെ മേലെ കുറച്ച് ഐറ്റംസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ ബന്നാണ്, നമ്മൾ പാർക്കിലെങ്ങാനും പോയിട്ട് ബാക്കിയുള്ള ബന്നാണ് കേട്ടോ അത്. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ സാൻഡ്വിച്ച് പേപ്പർ ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചാൽ എടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും, അതിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇട്ട് വെക്കും. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇപ്പോൾ അധികം അതിൽ ഫ്രൂട്ട്സ് ഒന്നും ഇടലില്ല. പിന്നെ ഫ്രീസറിൽ എൻ്റെ ഡോറിൻ്റെ മേലെ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ് ഇത്. എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ, പൊട്ടാറ്റോ ഫ്രൈസ്. പിന്നെ ഇത് ഞാനൊന്ന് ചോക്കോബാർ ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്ക് പോരാണ്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കുൽഫീന്ന് ആ സ്റ്റിക്ക് മാത്രം ഊരിയെടുത്തേനു കേട്ടോ. അല്ലെങ്കിൽ കുൽഫി കൊണ്ടുവരുമ്പോൾ മെൽട്ടായിട്ട് സ്റ്റിക്കെല്ലാം സെപ്പറേറ്റ് ആയിരുന്നു, അങ്ങനെ അത് ഊരിയെടുത്തതാണ്. പിന്നെ ഇത് അമ്മായിൻ്റെ ചീസ് മോസറല്ല ഞങ്ങൾക്ക് താഴെ വെച്ചാൽ ഒരു മെൽട്ടായി പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഫ്രീസറിലാട്ടോ വെക്കൽ. പിന്നെ ഇത് ഗ്രീൻ പീസ്, നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസില്ലേ അത്. പിന്നെ ഇത് കുനാഫാഡോ. ഇത് എൻ്റെ ഒരു ക്രീമേനേ ഉള്ളൂ. ഇത് അമ്മായി തന്നതും കൂടി ഇപ്പോൾ 2 ക്രീമായി. ഒരു കേക്ക് റെസിപ്പി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, എനിക്ക് കുറേ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ, എന്തായാലും 2 ക്രീമെല്ലാം ഉള്ളതല്ലേ. ഇനിയിപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇത് കാണുന്നുണ്ടോ? ഓക്കെ, ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇറച്ചി മീനെല്ലാം ഉണ്ട്, എല്ലാവരും ഫ്രീസറിൽ ഉണ്ടാകുന്ന പോലെ തന്നെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള തേങ്ങ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യലെന്ന് എന്നോട് കമൻറ്റിൽ കാണലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചിരകിയ തേങ്ങ വാങ്ങുന്നതാണ്. ഇതൊരു 2 ആഴ്ച വരെ ഇങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ആക്കാൻ പറ്റും, ഒന്നും പറ്റില്ല. ആവശ്യത്തിന് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ചിരകിയത് വാങ്ങുന്നതാണ്. ചിരകിയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലതല്ലേ, നമുക്ക് ആവശ്യത്തിന് വേഗം എടുക്കാമല്ലോ അങ്ങനെ. പിന്നെ ഇത് ഐസ് ക്യൂബ്. ഇതാണ് ഞാനും മിക്കും അധികം അടിയാകുന്ന സംഭവം കേട്ടോ. ഇക്ക എന്തിനെങ്കിലും നല്ല തണുത്ത വെള്ളം എങ്ങാനും കുടിക്കണമെങ്കിൽ ഞാൻ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കൽ കുറവാണ്. ഇക്ക ഇങ്ങനെ തണുത്ത വെള്ളം എല്ലാം ഇത് എടുത്ത് കുടിച്ചിട്ട് ഇത് നിറക്കാണ്ട് തിരിച്ചു വെക്കും. എന്നിട്ട് ഞാൻ എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് നോക്കുമ്പോൾ എനിക്ക് ഐസ് ക്യൂബ് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെപ്പോഴും അടിയാട്ടാ. ഇപ്പോൾ ഒന്നിലെ ഇക്ക തീർത്ത് വെച്ചിന് തോന്നുന്നു. ഇക്ക അല്ലെങ്കിൽ ഇന്നു കേട്ടാ, 2 ആളും തീർത്ത് വെക്കും. തിരിച്ച് നിറച്ചെന്തായാലും വെക്കൂല. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഫ്രീസറിലുള്ള. ഫ്രീസർ ഞാൻ ക്ലീൻ ആക്കിയിട്ടാണ് വീഡിയോ എടുത്തതിന്. ഫ്രിഡ്ജ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ക്ലീൻ ആക്കിയിട്ടും അറേഞ്ച് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഉള്ള പോലെ തന്നെയാണ് കാണിക്കുന്നത്. അതിന് ഡോറിൽ സാധാരണ പോലെ തന്നെ മുട്ട വെക്കുന്ന റാക്കുണ്ട്. ഇതിലാകെ 2 മുട്ടയുള്ളൂ. ഞാൻ ഇപ്രാവശ്യം മാർക്കറ്റിൽ പോയാൽ മുട്ട വാങ്ങാൻ മറന്നുപോയി, കാര്യമായിട്ടുള്ള എന്തെങ്കിലും മറക്കും. പിന്നെ ഇപ്പുറത്ത് ഒരു ചെറിയൊരിങ്ങനെ ബോക്സ് വെച്ചിന്. ഇത് നമ്മൾ എന്തെങ്കിലും കട്ടാക്കിയിട്ട് ബാക്കി ഉണ്ടാവില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ട് വെക്കാൻ വെച്ചതാണ്. പിന്നെ നേരെ താഴെ ഇത് കുക്കിംഗ് ക്രീം. ഇതിപ്പോൾ അമ്മായി തന്നതും പോയി കേട്ടോ, 2 എല്ലാം 2 ആയിപ്പോയി. പിന്നെ ഇവിടെ മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബെല്ലാം ഉണ്ട്. പിന്നെ കെച്ചപ്പ്. ഇത് ബർഗറിൻ്റെ ഒക്കെ എല്ലാം കിട്ടുന്ന സംഭവം കേട്ടോ. ഞാൻ ആലും ഇന്നും കാണാണ്ട് വീഡിയോ എടുക്കലേനു, അല്ലെങ്കിൽ 2 ആളും എപ്പോഴും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതും കൂടി കണ്ടാൽ 2 ആളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് ആല് വന്നിട്ട് കണ്ടുപോയി. ആലു കുത്തക്കേട് കളിക്കില്ല. ഓക്കെ ടാറ്റ. ആലു പോയി കളിച്ചോ, ടാറ്റ. ആലു കളിച്ചോ? ഇല്ല, അതെന്നാ അതെന്നാലു നോക്കട്ടെ. ക്യൂബ് കുറച്ച് അധികം ഉണ്ടേനു. ഇപ്പോൾ ആലും എടുത്തിട്ട് സെൻട്രലിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം മൊത്തത്തിൽ അതിൻ്റെ ബോക്സ് എല്ലാം പൊട്ടിച്ച് ഇടുന്നുണ്ടാവും. അപ്പോൾ ഓള് ഇതെല്ലാം അങ്ങനെ തന്നെ ബോക്സ് ഓളെന്നെ കളഞ്ഞിട്ടത് കേട്ടോ. ഓരോന്നിങ്ങനെ ബോക്സ് ഉള്ളത് എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ ബോക്സ് എല്ലാം അതിനെ പറിച്ച് കളഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. ചിലത് ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറേ ആയി മാഗി ക്യൂബെല്ലാം വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതാണ് കുറേ ഇങ്ങനെ ബാക്കിയായി പോയിന്. പിന്നെ ഇതിൻ്റെ താഴെ മീൻ പാൽ വെക്കുന്ന സ്ഥലം ഇത്. പിന്നെ മയണീസ് ഇത് തീർന്നതാണ്, പക്ഷെങ്കിൽ കുറച്ച് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു, അത് കളയാണ്ട് വെച്ചതാണ്. നോറിൻ്റെ മയണീസാണ് ഞാൻ അധികം വാങ്ങൽ. ഇത് അധികം പുളിപ്പൊന്നും ഇല്ലാത്തൊരു ടൈപ്പായിട്ടാണ്. ഇത് പുതിയത് വാങ്ങിയത്. പിന്നെ ഇത് ജാം, സ്ട്രോബെറി ജാം. ഇടയ്ക്ക് ഇന്നൂന് കൊടുക്കും, വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും തിന്നലില്ല. പിന്നെ ഇത് ചില്ലി മയണൈസ്. ഇത്
ഇത് നല്ല ടേസ്റ്റാണ്, വലിയ കുഴപ്പമില്ല. എന്നാലും ചിലപ്പോൾ സാൻഡ്വിച്ചിലെല്ലാം ആക്കാൻ നല്ല രസമാണ്. പിന്നെ വേറെ എന്നാ, ഇത് നൂറെന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ മയണൈസാണ്. ഇതും നല്ല തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങി നോക്കിയതാണ്. ഇതും നല്ല തന്നെയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഫ്രിഡ്ജ് ടൂർ കാണിച്ചു തരാം. അന്നേരം ഉണ്ട് ഇത്, പിന്നെ അധികം എടുത്തിട്ടില്ല. ഇത് ബാർബിക്യൂലാക്കുമ്പോൾ എടുക്കുന്ന ഒരു സോസാട്ടാ. ഇത് ഒമാനി ഷുവാ മിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു പുളിപ്പും എരിവും എല്ലാം ഉള്ളൊരു സോസാണ്. ഇത് ബാർബിക്യൂ ആക്കുമ്പം ആക്കി കഴിഞ്ഞിട്ട് ഡിപ്പാക്കാനും അങ്ങനെ എന്തിനെല്ലാം യൂസ് ആക്കുന്നതാണ്. പിന്നെ ഏറ്റവും താഴെ കട്ട് മാംഗോ പിക്കിള്, മാങ്ങാച്ചാറുണ്ട്, പിന്നെ ചില്ലി സോസ്, ഇത് ടൊമാറ്റോ സോസ് ഉണ്ട്, പിന്നെ ഇത് ചില്ലി പേസ്റ്റ്, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മളെ സോയാ സോസ്, പിന്നെ ഇത് സ്ട്രോബെറി സിറപ്പ്. ഇത് അമ്മായി തന്നതാട്ടോ. ഞാൻ സ്ട്രോബെറി സിറപ്പൊന്നും അധികം വാങ്ങലില്ല, ചോക്ലേറ്റ് സിറപ്പ് വാങ്ങലുണ്ടേനും. ഇത് ഇപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ ഇപ്പുറത്ത് ഏറ്റവും മേലെ ചീസെല്ലാം വെക്കുന്ന ഇതിൽ ഇതാ അമ്മ ഇപ്പോൾ കൊണ്ടുവന്ന ബട്ടർ ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്. ഇത് എൻ്റെ ഇല്ലേനു, ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കലേനു ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ എനിക്കിത് വാങ്ങണ്ട. പിന്നെ വേറെ ഇതെന്നാ, ഇത് എൻ്റെ മുന്നേ ഉള്ള കുറച്ച് ബട്ടറാണ് കേട്ടോ. അത് ഞാനിങ്ങനെ അവിടെ പൊതിഞ്ഞ് വെച്ചാണ്. പിന്നെ മെൽറ്റാക്കി കഴിഞ്ഞ ചോക്ലേറ്റ് എന്നാ ചെയ്യില്ലെന്ന് എന്നോട് ചോദിക്കലില്ല. ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കലാട്ടോ ഇങ്ങനെ. പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം മെൽറ്റാക്കുമ്പോൾ എടുക്കാമല്ലോ. ഫ്രിഡ്ജിൽ തന്നെ ഇങ്ങനെ വെക്കല, ഫ്രീസറിലൊന്നും വെക്കണ്ട. അപ്പോൾ ഇങ്ങനെ അവിടെ അടച്ച് വെച്ചാൽ മതി. പിന്നെ ഇതെന്നാ ബർഗർ ചീസ്, പിന്നെ ഇത് സാൻഡ്വിച്ച് ചീസ്. ഇതെല്ലാം ഇപ്പം അമ്മായി കൊണ്ടുവന്നുണ്ടാകുന്ന എല്ലാം 2 എണ്ണം കാണുന്നത്. പിന്നെ ഇത് ഹണി. തേൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എല്ലാം കിട്ടിയതെല്ലാം ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നതുകൊണ്ട് അതെങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇങ്ങനെ അറിയെങ്കിലും ഒന്ന് കമൻ്റ് ആക്കിയിട്ടാ. തേൻ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്നാണ് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഈ സെക്ഷനിലുള്ളത്. പിന്നെ ഇതാ നേരെ താഴെ കറിവേപ്പിലുണ്ട്. ആദ്യം തന്നെ കറിവേപ്പില ഞാനങ്ങനെ അത് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ബോക്സിലാക്കി വെച്ചതാട്ടാ. പിന്നെ ഇതെന്നാ, പിന്നെ കുറച്ച് ഗ്രേപ്സ് ഉണ്ട്. ഗ്രേപ്സ് തീരാനായതിന് കുറച്ചേ ഉള്ളൂ. പിന്നെ ഇത് ബ്രെഡിൻ്റെ ഡേറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നിട്ടാ. 28 ഇല്ല 3-ാം തീയതി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡാട്ടോ ഇത്. ഇതിനിപ്പം ഇത് ഞാനന്ന് ഉമ്മാലിയാക്കിയ ബ്രെഡ് എങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു പീസ് ബാക്കിയുണ്ട, അതെ ആ ബ്രെഡാണ്. ബ്രെഡെല്ലാം കളയാനിങ്ങനെ ഫ്രിഡ്ജ് ഒരുക്കുന്ന സമയത്താണ് ഇതെല്ലാം കളയൂ. പിന്നെ ഇത് പുതിയ വാങ്ങിയ ഫ്രഷ് ബ്രെഡ്, ഇതിന് ഡേറ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഇതിൻ്റെ ഇടയ്ക്ക് വാങ്ങിയതാണ്. പിന്നെ ഇതെന്നാ, ഇത് മന്തി വാങ്ങിയേരം ബാക്കിയുള്ള ആ ചട്നി ഇല്ലേ മന്തിൻ്റെ, ഇതിനി വേണ്ട, ഇതും കളയാം. പിന്നെ ഇത് തൈര്, നമ്മളെ കേട്. പിന്നെ ഇത് അമ്മായി കൊണ്ടുവന്ന മിൽക്ക് മെയ്ഡാണ്. പിന്നെ ഇത് എൻ്റെ ഉള്ള മിൽക്ക് മെയ്ഡ് ഞാൻ പറയലില്ല, ഇങ്ങനെ ഞാൻ ടോപ്പ് ഇട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ അമ്മായിൻ്റെ തന്നെ ഒരു ടോപ്പ് ഇതാ ന്യൂട്ടലിൻ്റെ ടോപ്പാണ് ഞാനിട്ട് വെക്കൽ. ഇതിനി തീർന്നാലും എടുത്ത് ഇട്ട് വെക്കണം. പിന്നെ ഉള്ളത് പീനട്ട് ബട്ടർ. ഇത് തീരാനായതാണ്, തീരാനായതല്ല തീർന്നത് തന്നെയാണ് കേട്ടോ. ഇത് ക്രഞ്ചി ആണ്. പിന്നെ ഇത് ഞാൻ വാങ്ങിയിട്ട് പെട്ടുപോയതാട്ടോ. ഇത് ക്രീമി ഒരിക്കലും വാങ്ങരുത്. കാര്യം അത് ഭയങ്കര ഒരു ക്രീം പോലെ ഉണ്ടാവുക. ഇതിൽ ക്രഞ്ചി ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനുണ്ടാവുമല്ലോ, അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തീർന്നു. മലയാളി എവിടെ പോയാലും മലയാളി തന്നെയല്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ വടിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് തന്നിട്ടാണ്. പിന്നെ ഇത് വലിയ പോരാ, ഇത് പുതിയതേനും, ഇത് വലിയ പോരാ, അത് വലിയ ടേസ്റ്റ് ഇല്ല. പിന്നെ വേറെ എന്താ ഉള്ളത്, എല്ലാം താഴെ. പിന്നെ മെയിൻ നമ്മളെ ഇന്നുവിൻ്റെ ന്യൂട്ടലുണ്ട്. പിന്നെ ഇത് ലബ്നെ, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഫ്രഷ് ലബ്നെ എന്നാണ് കാണുന്നത്, ഫുൾ ഫാറ്റ്. ഇത് എന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെയെല്ലാം തിന്നാൻ പറ്റിയ സംഭവമാണ്. ഈ റൊട്ടി ബ്രെഡ് കുബൂസിൻ്റെ കൂടെയെല്ലാം തിന്നാൻ പറ്റിയ ഒരു നല്ലൊരു സംഭവം. ഇത് ഡയറി പ്രൊഡക്റ്റാണ്. നമ്മൾ കണ്ട ഇതേപോലത്തെ സംഭവം. ഇത് നമ്മൾ റൊട്ടിക്കും കുബൂസിനെല്ലാം വെറുതെ അങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല സംഭവമാട്ടെ. ഈ ഹമൂസെല്ലാം പോലത്തെ നല്ല ടേസ്റ്റ്, നമുക്ക് ഭയങ്കര ഇഷ്ടം. ഇടയ്ക്ക് വാങ്ങലുണ്ട്. ഇതിൻ്റെ പല ഫ്ലേവറിലുള്ളതെല്ലാം ഉണ്ടാവും കേട്ടോ. എള്ളുള്ളതെല്ലാം ഉണ്ടാവും, ഒരു ബ്ലാക്ക് കളർ എള്ളെല്ലാം ഇട്ടിട്ടുള്ള ഉണ്ടാവും. പിന്നെ വേറെ എന്നുള്ള, പിന്നെ മല്ലിയില, പിന്നെ നമ്മളെ പൊറോട്ട ചപ്പാത്തി അതെല്ലാം ഉണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റാക്കിൽ. ഇനിയിപ്പോൾ എടുത്തതെല്ലാം ഞാനങ്ങ് തിരിച്ചെന്നെ വെക്കട്ടെ, ഇത് വേണ്ട. ഇനിയിപ്പോൾ ലാസ്റ്റിൽ ഈ ഒരു സെക്ഷനിലാണ് ഞാൻ ഈ ഫുഡെല്ലാം ബാക്കി വന്നാലെല്ലാം വെക്കൽ ഏറ്റവും താഴെയാട്ടാ. ഇതിൽ എപ്പോഴും ഇത് മെയിൻ നമ്മൾ ബാക്കി വന്ന ചോറുണ്ടാവുമല്ലോ, ചോറ് എപ്പോഴും കുറച്ച് ബാക്കി വരും. ഞാൻ അധികം കുറച്ചേ ആക്കലുള്ളൂ. അപ്പോൾ അങ്ങനെ ബാക്കി വന്ന ചോറ് ഇട്ട് വെക്കാൻ വേണ്ടി മാത്രം വെക്കുന്ന ഒരു പാത്രമാണിത്. പിന്നെ ഇത് സാമ്പാർ വെച്ചാൽ 2-3 പ്രാവശ്യം എടുക്കാനുണ്ടാവും എന്തായാലും. ഇത് അങ്ങനെ ബാക്കിയുള്ള സാമ്പാർ ഇതാ ഇന്നും കൂടി എടുത്താലും പിന്നെ സാമ്പാർ കാലിയായിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് വെക്കാൻ പോകുന്നതാണ്. സാമ്പാർ വെച്ച് എപ്പോഴും അധികം ഉണ്ടാവും, ഒരു പ്രാവശ്യം എന്തായാലും തീർക്കാൻ പറ്റില്ല. ഇത് റോബസ്റ്റ ഇതിപ്പം കേടായതൊന്നുമല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൻ്റെ തൊലിൻ്റെ കളറ് മാറിയതാണ്. പക്ഷേങ്കിൽ ഉള്ളിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ ഇപ്രാവശ്യം പോരം ഇല വാങ്ങിയതാണ്, മീൻ പൊള്ളിച്ചതെങ്ങാനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിൻ്റെ റെസിപ്പി എന്തായാലും വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇല വാടുന്നതിന് മുന്നേ തന്നെ എന്തായാലും ഉണ്ടാക്കണം. പിന്നെ ഇത് ജ്യൂസിൻ്റെ ഇതിലൊന്നുമില്ല, കാലിയാക്കി വെച്ചതാണ്. പിന്നെ ഈ പെട്ടിയും താഴെ എന്നല്ലേ നോക്കാം. പിന്നെ ഇത് പച്ചക്കറീൻ്റെ സെക്ഷന്, പച്ചക്കറിയും ഫ്രൂട്ട്സും ഞാൻ അധികം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, ഫ്രൂട്ട്സൊന്നും അധികം ഇല്ല. ഇത് ചീര, പിന്നെ പച്ചമുളക് ഇത് ഞാനിങ്ങനെ ബോക്സിലാക്കി വെക്കുന്നതാണ്. ഇത് ഞാൻ കുറച്ചാണ് വാങ്ങലുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഇതിൻ്റെ ഞെട്ടൊന്നും കളയാണ്ട് തന്നെ ഇങ്ങനെ ബോക്സിലിട്ട് വെക്കും. കുറച്ചധികം വാങ്ങുന്നവരിലാണെങ്കിൽ കുറേ കാലം നിൽക്കണമെങ്കിൽ അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യലില്ല. പിന്നെ ഇതാ നമ്മളെ കൂമ്പുണ്ട്, വാഴക്കൂമ്പുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജീസെല്ലാം ആണ്. പിന്നെ ഇത് കണ്ട ആപ്പിൾ, എൻ്റെ ഫ്രിഡ്ജിൽ ആപ്പിൾ അധികം ഇങ്ങനെയായിട്ട് ഉണ്ടാവുക. ഇത് എലി കടിക്കുന്നതൊന്നുമല്ല, എലി കടിച്ച പോലെ ഇല്ലാണാൻ. ഇത് ആലുവിൻ്റെ പണിയാട്ടോ. ആലു ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഫ്രിഡ്ജ് തുറക്കാനെല്ലാം പഠിച്ചോള്, ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ആപ്പിളെല്ലാം കടിച്ചാടിയിട്ട് ഇതാ ഈ സ്റ്റിക്കറെല്ലാം നോക്ക് വേണ്ടേ, ഈ സ്റ്റിക്കറെല്ലാം അങ്ങ് പറിച്ചൊട്ടിച്ച് നോക്കി കളിച്ചിട്ടെല്ലാം അങ്ങ് പോവും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇതാ കടിച്ച് വെക്കുകയും ചെയ്യും. മിക്കവാറും ആപ്പിൾ ഇങ്ങനെ കടിച്ച് വെച്ചിട്ടാട്ടോ ഉണ്ടാവുക. ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടമായിട്ട് അവിടെ വെച്ചിട്ട് പോകുന്നെങ്ങനെയാണ്. പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് കട്ടാക്കിയതെല്ലാം ഉണ്ടാവും. ഇത് എന്തിനെല്ലോ ക്യാപ്സിക്കം ഒന്നും നമ്മൾ അധികം യൂസ് ആക്കൂലല്ലോ, അങ്ങനെ ബാക്കിയുള്ളത്. ഇത് എപ്പോൾ വാങ്ങിയ കുറച്ച് ക്യാബേജാണ്, വലിയ ക്യാബേജ് വാങ്ങി ലാസ്റ്റ് കുറച്ചുള്ളത് അവിടെ ഇങ്ങനെ കെട്ടി വെച്ചാണ്. പിന്നെ ഇതന്ന് ഞാൻ ബജ്ജി എങ്ങാനാക്കിയ കോളിഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജിലെ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊന്നുമില്ല. ഇനി